ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദ കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ മൊഴി നൽകുന്നതിനായി മലയാളത്തിന്റെ പ്രിയ താരം ജയറാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ ഹാജരായി. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് താരം എത്തിയത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സാക്ഷി എന്ന നിലയിലാണ് ഇപ്പോൾ ജയറാമിനെ ചോദ്യം ചെയ്യുന്നത്. ഇഡി ഓഫീസിന് മുൻപിൽ തടിച്ചുകൂടിയ മാധ്യമങ്ങളോട് ജയറാം വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. ശബരിമല ഓരോ ഭാരതീയനെയും സംബന്ധിച്ച അങ്ങേയറ്റം പുണ്യസ്ഥലമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മലയാളികളെ സംബന്ധിച്ച് ശബരിമല ഒരു പ്രത്യേക വികാരമാണ്. അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ സത്യം പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണം, ജയറാം മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ അഴിമതിയിൽ ഉൾപ്പെട്ടവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥരാണെന്നും ആ മലയാളികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ ജീവിതത്തിലെ ദീർഘകാലത്തെ ക്ഷേത്ര ബന്ധങ്ങളെക്കുറിച്ചും താരം സംസാരിച്ചു. കഴിഞ്ഞ 38 വർഷമായി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ക്ഷേത്രങ്ങളിൽ താൻ പോകാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പല പരിപാടികളിലും അതിഥിയായി തന്നെ ക്ഷണിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു ഭക്തൻ എന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന പരിപാടിയിലും താൻ പങ്കെടുത്തതെന്ന് ജയറാം വിശദീകരിച്ചു. ഈ കേസിൽ കൂടുതൽ പേർ കുടുങ്ങാനുണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരട്ടെ എന്ന കർശന നിലപാടാണ് താരം സ്വീകരിച്ചത്. തെറ്റ് ചെയ്തവരെ അയ്യപ്പൻ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും ആരെങ്കിലും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ. 50 വർഷമായി ശബരിമലയിൽ പോകുന്ന ഭക്തനാണ് ഞാൻ. എന്റെ കടമയാണ് സത്യം പറയുക എന്നത് താരം വ്യക്തമാക്കി.